അങ്ങനെ ഉംലുജിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നേരെ ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണത്. ഇതിലും നന്നായി വ്യൂസ് ഒക്കെ ഉള്ള റൂംസ് ഉണ്ട്, പക്ഷെ നല്ല റേറ്റ് ആവും. താഴെയുള്ള നമ്മളെ മലയാള ഹോട്ടലിൽ കയറി മസാല ദോശയും കഴിച്ച് നേരെ ഇനി കുറിയാത്തിലേക്കുള്ള യാത്രയാണ്. ചെറിയൊരു പൊടിക്കാറ്റ് അത് വേറെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് അൽവാജിഹ എന്നൊരു സ്ഥലമാണിത്. പോകുന്ന വഴിക്ക് കിലോമീറ്ററോളം മരുഭൂമികളാണ്. അത് കഴിഞ്ഞ് ഇതുപോലത്തെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഇടക്ക് കാണാൻ പറ്റും. എന്തായാലും അത്യാവശ്യം പോവാനുണ്ട്. അങ്ങനെ കുറെ ദൂരം പോയപ്പോൾ അടുത്തൊരു ടൗൺ എത്തിയിട്ടുണ്ട്. സംഭവം നമുക്ക് ഇതുപോലെ ഓരോരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പെൻസ് നല്ല കൂടുതലാട്ടോ. കാരണം ഫുഡിന് തന്നെ പലയിടത്തും പല റേറ്റ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോവാൻ. ഉംലുജിൽ തന്നെ 2 റൂട്ട് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് അല്ലുല വഴി തബൂക്ക് ടൗൺ ടച്ച് ചെയ്യാതെ അങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഒന്ന് നമ്മൾ ഈ പോണ റൂട്ടിൽ തബൂക്ക് ടൗണിലൂടെ ടച്ച് ചെയ്ത് പോകാനും പറ്റും. പിന്നെ മദീന വഴി അങ്ങനെ ഹായിൽ വഴിയൊക്കെ പോകാനും പറ്റും. ഈ ബദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബലദിയ നല്ല സെറ്റപ്പിലാക്കി വരുന്നുണ്ട് അവര്. നല്ല നല്ല പാർക്കുകളും സൈഡിൽ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വരുന്നുണ്ട് അവര്. ആ റോഡ് കണ്ടില്ലെങ്കിൽ ആ റോഡിലൂടെയൊക്കെയാണ് നമ്മൾ പോവാനുള്ളത്. ഇനി ഈ റോഡിലൂടെ വലിയ വലിയ ട്രക്കിനൊന്നും പ്രവേശനമില്ല കേട്ടോ. കാരണം അമ്മാതിരി കുത്തനുള്ള കയറ്റങ്ങളാണ് അവിടെ. ഏതായാലും ഈ റോഡൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആ റോഡ് അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ് വരുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അരമണിക്കൂർ കൂടുമ്പോൾ മൂത്രയിക്കാനും മുട്ടുപോയി. തണുപ്പ് തുടങ്ങിയ പിന്നെ അങ്ങനെയാണല്ലോ. മൂത്രയിക്കാനാണെങ്കിൽ വേറെ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണാനില്ല. കൂടുതലായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് നമ്മൾ അവിടെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട് മൂത്രയിച്ച്. എന്തും നമുക്ക് സഹിക്കാം, പക്ഷെ മൂത്രയിക്കാൻ മുട്ടിയ വേറെ രക്ഷയില്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇതേപോലെ വലിയ വലിയ പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തോ ആൾക്കാർ ഉണ്ടാക്കി വെച്ച പോലെയാണ് ആ പാറക്കല്ലുകളൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അതിശയം തോന്നുന്നുണ്ട്. ഈ സിനിമകളിലും മറ്റൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതം. ഈ റോഡിലൂടെ കുറെ ദൂരം പോയപ്പോൾ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തില്ല. എങ്കിലും നമ്മളെ ഇക്കാമ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് തബൂക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ തബൂക്ക് എത്താൻ നേരത്ത് വേറൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മളെ ഇക്കാമയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. ഫുഡ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ തബൂക്കിൽ വലിയ മലയാളി ഹോട്ടൽ ഉണ്ടോ എന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് തപ്പി നോക്കി. അങ്ങനെ തപ്പി നോക്കിയപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ കിട്ടി. നമ്മളെ കൂടെ ഒരു പാകിസ്ഥാനി ഉണ്ട് കേട്ടോ. മൂപ്പർക്ക് നമ്മളെ കേരള ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ചോറാണ്ട് വാങ്ങി കൊടുത്തു. ഓരോ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ നല്ല ഒറിജിനൽ മരുഭൂമി ഉണ്ടാവും. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കണ്ട അതേപോലെ ഇതിലും അടിപൊളിയായിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ കണ്ടത് ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും സംഭവം ഇഷ്ടമായി. അതിന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാർ നമ്മൾ പിന്നാലെ വന്ന് വണ്ടി നിർത്തിച്ച് എല്ലാവരും ഇക്കാമിയും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെക്ക് ചെയ്ത് എല്ലാവരും ഇക്കാമിയും പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് തബർജലിലാണ്. അവിടെ ഒരു പമ്പിൽ കയറി ചായ കുടിക്കാൻ നോക്കിയപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു മലയാളികളാണെന്നുള്ളത്. അങ്ങനെ നമ്മളെ വിശേഷങ്ങളും ഓരോ വിശേഷങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് ഇവിടെ ഈ മറ്റൊരാൾ അനുവാദം ഇല്ലാതെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലവരെയും വീഡിയോയിലൊക്കെ കാണിക്കാൻ ഭയങ്കര പേടിയാട്ടോ. ഉംലുജിന്ന് തബൂക്ക് പോയി നമുക്ക് ഇങ്ങോട്ട് എത്താൻ 1200 കിലോമീറ്റർ കാണിച്ചത്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കുറിയാത്തിലെത്തി. ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിച്ചിട്ട് ഇനി റൂമിൽ പോയാൽ മതി എന്ന് ആലോചിച്ചപ്പോൾ നേരെ നമ്മളെ തൊയ്ബ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിച്ചു. ഞാൻ കുറിയാത്തിൽ മുന്നേ 8 വീഡിയോസ് കണ്ടിട്ട് തന്നെ അവിടെ കയറിയപ്പോൾ 1-2 ആൾക്കാർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. നമ്മളെ വീഡിയോസ് ഒക്കെ അവർ കാണലുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ കുറിയാത്തിലെ മുന്നത്തെ വീഡിയോസ് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട്. നേരെ നമ്മളെ സൈറ്റിലെത്തി. നമ്മളെ സൈറ്റിൽ തന്നെയാണ് നമ്മൾ റൂമുള്ളത്. ഇവരൊക്കെ 3 ഷർട്ട് 2 പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു 30 ഡിഗ്രി ചൂടിൽ നിന്ന് 3 ഡിഗ്രി തണുപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്.